ഫിഫ വേൾഡ് കപ്പ് 2026 വളരെ ശക്തമായ മത്സരങ്ങൾ നടന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. റൗണ്ട് ഓഫ് 16 രണ്ട് മത്സരമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അതിൽ ആദ്യത്തെ ടീം വരുന്നത് കാനഡ വിസിസ് മൊറോക്കോ. 0-3 എന്നതായിരുന്നു അവരുടെ ഗോൾ റേറ്റ്. പിന്നെ വരുന്ന ടീമാണ് പരഗ്വേ വിസിസ് ഫ്രാൻസ്. 0-1 ആയിരുന്നു അവരുടെ ഗോൾ റേറ്റ്. ഫ്രാൻസിൻ്റെയും മൊറോക്കോയുടെയും ശക്തമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു നമ്മൾ ആ ഒരു മത്സരത്തിൽ കണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ടീമായ കാനഡ വിസിസ് മൊറോക്കോയുടെ മത്സരത്തിലേക്ക് പോകാം. സെക്കൻഡ് ഹാഫിൽ 50ാമത്തെ മിനിറ്റിലാണ് മൊറോക്കോയ്ക്ക് ലീഡ് കണ്ടെത്താൻ സഹായിക്കുന്നത്. പിന്നെ 82ാമത്തെ മിനിറ്റിൽ ഒനൗഹി, ഇത് രണ്ടും ഒനൗഹിയാണ്. 50ാമത്തെ മിനിറ്റിലും 82ാമത്തെ മിനിറ്റിലും അങ്ങനെ 2 ഗോളുകളാണ് ഒനൗഹി മൊറോക്കോയ്ക്ക് വേണ്ടി നേടിക്കൊടുത്തത്. പിന്നെ ലാസ്റ്റ് ഗോൾ വരുന്നത് കളിയൊക്കെ അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ള സമയത്ത് സോഫിയാൻ റഹ്മിയാണ് മൊറോക്കോയ്ക്ക് വേണ്ടി 3 ഗോളുകൾ അങ്ങനെ മൊത്തം കണ്ടെത്തുന്നത്. അങ്ങനെയായിരുന്നു അവരുടെ ഗോൾ റേറ്റ്. കാനഡയുടെ ശക്തമായൊരു പ്രതിരോധം ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതിലെടുത്ത് പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം. ഫസ്റ്റ് ഹാഫിലാണെങ്കിലും സെക്കൻഡ് ഹാഫിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ മൊറോക്കോയ്ക്ക് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാനഡയുടെ ഡിഫൻസീവ് സൈഡ് അത്രയും മോശമാണെന്ന് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ മത്സരത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് മൊറോക്കോ നേരിടാൻ പോകുന്നത് ഫ്രാൻസിനെ ആയിരിക്കും. ഈ 2 സെക്ഷനുകളിലെ മത്സരത്തിൽ ജയിക്കുന്ന ടീമുകളായിരിക്കും അടുത്ത ക്വാർട്ടറിലേക്ക് മത്സരിക്കാൻ പോകുന്നത്. പിന്നെ അടുത്ത ടീം വരുന്നത് പരഗ്വേ വിസിസ് ഫ്രാൻസ് ആണ്. 0-1 ആയിരുന്നു അവരുടെ ഗോൾ റേറ്റ്. ഫ്രാൻസിന് വേണ്ടി ഗോൾ അടിക്കുന്നത് നമ്മുടെ സ്വന്തം കിലിയൻ എംബാപ്പയാണ്. അത് 70ാമത്തെ മിനിറ്റിൽ സെക്കൻഡ് ഹാഫിലാണ് ആ ഒരു ഗോൾ വരുന്നത്. ഇതോടുകൂടി എംബാപ്പയുടെ ഗോള് ലോകകപ്പിൽ എംബാപ്പെ നേടുന്ന ഗോളുകളുടെ എണ്ണം 19 ഉയർന്നിരിക്കുകയാണ്. ഒറ്റ ഗോളിനാണ് സാക്ഷാൽ ലയണൽ മെസ്സിയുമായും എംബാപ്പയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ 19 ഗോൾ റേറ്റ് മാറിയിരിക്കുകയാണ് എംബാപ്പയുടെ. ആദ്യ പകുതിയിൽ നമ്മുടെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോളിനായി പരസ്പരം ഒരു ശ്രമം നടന്നുവെങ്കിലും ഫ്രാൻസിന് അത് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലായിരുന്നു ഒരു ഇത് വരുന്നത്. ആ ഒരു ഗോൾ എംബാപ്പയാണ് നമുക്ക് ഫ്രാൻസിന് വേണ്ടി നേടിക്കൊടുക്കുന്നത്. പിന്നെ ഈ മത്സരത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്തത് മത്സരിക്കാൻ പോകുന്നത് ഫ്രാൻസും മൊറോക്കോയും തമ്മിലാണ് അടുത്ത മത്സരം വരുന്നത്. ഇതേ ഒരു സെയിം മത്സരം തന്നെ 2022 ലോകകപ്പിൽ സെമി ഫൈനലിൽ ഫ്രാൻസും ഇതേ മൊറോക്കോയും തന്നെ ഏറ്റുമുട്ടിയിരുന്നു. ആ ഒരു മത്സരത്തിൽ മൊറോക്കോയെ തോൽപ്പിച്ച് ഫ്രാൻസ് ചരിത്രത്തിൽ ഒരു വിജയം നേടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അന്ന് 0-2 ആയിരുന്നു അവരുടെ ഗോൾ റേറ്റ്. ഫ്രാൻസ് ആയിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ പിന്നെയും വന്നിരിക്കുകയാണ്. ഫ്രാൻസും മൊറോക്കോയും വീണ്ടും ഏറ്റുമുട്ടാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുള്ള 2 ടീമുകളാണ്. എന്താകുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ കാത്തിരുന്ന് കാണേണ്ട മത്സരമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മത്സരങ്ങൾ. പിന്നെ നമുക്ക് അടുത്ത ദിവസത്തെ മത്സരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ അടുത്ത മത്സരം വരുന്നത് ബ്രസീൽ വിസിസ് നോർവേ ആണ്. ബ്രസീലിനെയും നോർവേയും കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രസീൽ ഒരു ശക്തമായ തിരിച്ചുവരവ് കണ്ടെത്തിക്കൊണ്ട് അവരുടെ ഒരു സസ്റ്റൈനബിലിറ്റി ഫുട്ബോൾ ലോകകപ്പിൽ ഇത്തവണ നിലനിർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യം ഒന്ന് പതറിപ്പോയെങ്കിലും പിന്നീട് അവരുടെ എല്ലാ ശക്തമായ തിരിച്ചുവരവുകളും നമ്മൾ കണ്ട ഒരു മത്സരം കൂടിയായിരുന്നു. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് നെയ്മർ ഇറങ്ങാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ്. നെയ്മർ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല? അടുത്ത മത്സരത്തിൽ നെയ്മർ ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. പിന്നെ അടുത്ത മത്സരം നോർവേ ആണ്. ബ്രസീലിൻ്റെ അടുത്ത ടീം വരുന്നത് നോർവേ ആണ്. ബ്രസീലും നോർവേയും തമ്മിൽ മത്സരിക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക എക്സൈറ്റിംഗ് മൂമെൻറ്റ്സ് ഉണ്ടാകുന്ന ഒരു മത്സരം കൂടിയാണ് നടക്കാൻ പോകുന്നത്. കാരണം നോർവേയുടെ സ്വന്തം ഹാളൻഡ് മത്സരിക്കുന്ന ഹാളൻഡും അതുപോലെ തന്നെ ബ്രസീൽ ടീമും 2 പേരും ഒരുമിച്ച് മത്സരിക്കുന്ന പറയുമ്പോൾ ഒരുപാട് എക്സൈറ്റിംഗ് മൂമെൻറ്റ്സ് ഉണ്ടാകാൻ ചാൻസും കൂടിയുള്ള ഒരു മത്സരം കൂടിയാണ്. ഹാളൻഡ് ഫാൻസ് ഇത്തവണ 2026 ലോകകപ്പിൽ ശക്തമായ ഒരു നോർവേനെ പിടിച്ചു നിർത്തുന്ന തന്നെ ഹാളൻഡാന്ന് തോന്നുന്നില്ല. ഹാളൻഡ് അതുപോലെ തന്നെ ഫാൻസും ഉണ്ട്. പിന്നെ ഇവർ മത്സരിച്ച ഒരു മത്സരത്തിലും ഹാളൻഡിൻ്റെ നോർവേ ടീം ഇതുവരെ തോറ്റിട്ടില്ല എന്നതും ഒരു ശക്തമായ ഒരു എന്താ പറയുക അഭ്യൂഹങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർവേയുടെയും ബ്രസീലിൻ്റെയും മത്സരത്തിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചാണ് ഓരോ ആരാധകരും കാത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ആരായിരിക്കും ജയിക്കുക എന്ന്. അപ്പം മത്സരം വരുന്നത് നാളെ വെളുപ്പിനൊരു 1:30 അപ്പോൾ ബ്രസീൽ ഫാൻസ് കാത്തിരുന്ന് കാണേണ്ട സമയം കൂടിയാണ്. 1:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം വെളുപ്പിന് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് മത്സരം എന്ന് പറയുന്നത് റൗണ്ട് ഓഫ് 16 മെക്സിക്കോ വിസിസ് ഇംഗ്ലണ്ട് ആണ്. അതിൻ്റെ സമയം വരുന്നത് 5:30 നാളെ തന്നെ 5:30 AM ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 5:30 ഉള്ളത്. അപ്പോൾ ഈ 2 മത്സരങ്ങളാണ് അടുത്ത 2 ദിവസങ്ങളായിട്ട് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരുപാട് എക്സൈറ്റിംഗ് മൂമെൻറ്റ്സ് ഉണ്ടാകാൻ പോകുന്ന ഒരുപാട് പ്രതീക്ഷകളുള്ള ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് നാളെ നടക്കാൻ പോകുന്നത്. നമ്മുടെ ബ്രസീലിൻ്റെയും നോർവേയുടെയും പോരാട്ടങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം.